ജോസ്ലാൻ മറ്റേ മെയിൽ ചെക്ക് ചെയ്തായിരുന്നു, അമേരിക്കൻ കമ്പനിയുടെ ഒരു മെയിൽ റിപ്ലൈ വരാനുണ്ടായിരുന്നു. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അവർ ഇന്നലെ നൈറ്റ് വരെ അയച്ചിട്ടില്ല. ഒന്ന് നോക്കാം, കുറച്ച് എമർജൻസി ആണേ. ഓക്കെ, നോക്കിട്ട് ഇപ്പൊ പറയാം കേട്ടോ. അവരുടെ റിപ്ലൈ വന്നിട്ടുണ്ട് കേട്ടോ. അവര് നമ്മുടെ പ്രൊജക്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, നമുക്കിനി പുതിയ വർക്ക്, വെറൈറ്റി വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇനി ആ പ്രൊജക്ട് നമുക്ക്. എനിവേ നമുക്കിനി പൊളിക്കാം. ഹലോ മാം. ഓക്കെ മാം, ഇപ്പം വരാം. ഓക്കെ മാം വിളിക്കുന്നുണ്ട്, അപ്പൊ ഇതും കൂടെ പറയാം. മാമിന് ഭയങ്കര ഹാപ്പി ആവുമായിരിക്കും, നമ്മുടെ പുതിയൊരു അച്ചീവ്മെന്റ് ആണല്ലോ ശരിക്കും അത്. മേ കമ്മിങ് മാം? യെസ് പ്ലീസ്. ടോണി, നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ക്ലയന്റ് ഡേറ്റ ഫയൽ ഒന്ന് കൊണ്ടുവരാമോ? ഓക്കെ മാം, കൊണ്ടുവരാം. അതേപോലെ ഇന്ന് ശ്യാം ലീവാണല്ലോ, ഓക്കെ. ശ്യാമിന്റെ ആ ടാർഗറ്റ് അച്ചീവ്മെന്റ് ഡേറ്റ ഒന്ന് മാനേജ് ചെയ്തേക്കണേ. ഓക്കെ മാം. ഓക്കെ. എത്ര എൻട്രി ചെയ്തിട്ട് തീരുന്നില്ല, ഇത് എന്തൊരു സാധനം ഇത്? അത്രയും ഡാറ്റാസ് ഉള്ളതല്ലേ, സമയം പിടിക്കാതെ. എന്നാലും എപ്പോഴും ചെയ്തത് മടുത്തേ, എനിക്ക് വയ്യ. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ്? മാം എന്ത് പറഞ്ഞു പ്രൊജക്ട് കണ്ടിട്ട്? ഒത്തിരി കാര്യങ്ങളുണ്ട് എൻ്റെ ജോസിനെ, ഒത്തിരി കാര്യം ചെയ്ത് തീർക്കാറുണ്ട്. ആകെ 24 മണിക്കൂറുണ്ട്, ഞാനും ഉണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ എപ്പം ചെയ്ത് തീർക്കും എനിക്കറിയില്ല. ഒത്തിരി ഉണ്ട് ജോസിനെ, ഞാൻ എന്ത് ചെയ്യാവോ? എനിക്ക് ആകെ ടെൻഷനാവുന്നു. നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കും, ഞാൻ പിന്നെ ഇത് എപ്പം ചെയ്ത് തീർക്കും, അതാണ്. ഓക്കെ റോസ്മിൻ, ഞാൻ ചെയ്തേക്കാം. എന്തിനാ ഇങ്ങനെ ഓരോന്ന് സ്വയം വരുത്തി വെച്ചിട്ട് തല പുകയ്ക്കുന്നേ? പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയണ്ടേ? ഡോണ്ട് ട്രൈ ടു ബിക്കം എ പീപ്പിൾ പ്ലീസർ. അത് ബോസിനോടായാലും കൊളീഗിനോടായാലും വീട്ടുകാരോടായാലും നോ പറയേണ്ടടുത്ത് നോ പറയണം. പക്ഷേ അതൊരു നല്ല കഴിവാണ് കേട്ടോ, കാരണം അവരെ ഒട്ടും ഒഫൻഡ് ചെയ്യാതെ വേണമല്ലോ പറയാൻ. ഈ കഴിവ് വളരെ ആവശ്യമാണ് മനുഷ്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മളുടെ ലൈഫ് സക്സസ്സിന്. വെൻ യു സേ നോ, യു ആർ സെറ്റിംഗ് യുവർ ബൗണ്ടറീസ്, റെസ്പെക്റ്റിംഗ് യുവർ ഇമോഷൻസ് ആൻഡ് ടേക്കിംഗ് കെയർ യുവർ നീഡ്സ് ആൻഡ് വാണ്ട്സ്.